നമസ്കാരം. ഓഡോ ട്യൂട്ടോറിയലിൻ്റെ മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് പറയുന്നത് ഓഡോ ബിഗിനേഴ്സിനാണ്. അപ്പോൾ നമ്മളൊരു പ്രൊഡക്റ്റ് ഡെലിവർ ചെയ്തിട്ടുണ്ടാവും. അതെങ്ങനെ റിട്ടേൺ ചെയ്യുന്നതും, ഇപ്പോൾ ഇൻവോയ്സ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ക്രെഡിറ്റ് നോട്ട് അഥവാ റീഫണ്ട് എങ്ങനെ ചെയ്യുന്നതുമാണ് പറയുന്നത്. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ആദ്യമായിട്ട് ഞാനത് ഈസി പർപ്പസിന് വേണ്ടിയിട്ട് പ്രൊഡക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. റിട്ടേൺ പ്രൊഡക്റ്റ് എന്ന് പറയുന്ന ക്രെഡിറ്റ് നോട്ട് എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഡെമോ പർപ്പസിന് വേണ്ടിയിട്ട്. ഞാനത് 5 ക്വാണ്ടിറ്റി ഓൺ ഹാൻഡ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, 5 ക്വാണ്ടിറ്റി കൊടുത്തിട്ടുണ്ട് ഓൺ ഹാൻഡ്. ഓക്കെ, ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു കൊട്ടേഷൻ ക്രിയേറ്റ് ചെയ്യുന്നു, ന്യൂ കൊടുക്കുന്നു. റീഫണ്ട് എന്ന് പറയുന്ന കസ്റ്റമറിനെ ഞാൻ ചൂസ് ചെയ്യുന്നു. ഞാനൊരു കസ്റ്റമറെ ഈസി പർപ്പസിന് വേണ്ടി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഈസി. ഓക്കെ, അതിനുശേഷം ഞാൻ ആ പ്രൊഡക്റ്റ് ചൂസ് ചെയ്യുന്നു. ക്രെഡിറ്റ് നോട്ട് ഞാൻ 3 ക്വാണ്ടിറ്റിയാണ് ഡെലിവർ ചെയ്യുന്നത്. ഞാൻ 10 BD കൊടുക്കുന്നു. ഈസി പർപ്പസിന് വേണ്ടി ടാക്സ് ഒഴിവാക്കുന്നു. കൺഫേം ചെയ്യുന്നു. വൺസ് നിങ്ങൾ കൺഫേം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഡെലിവറി എന്നുള്ള ഒരു ഓപ്ഷൻ കാണിക്കും. അത് സ്റ്റോറബിൾ പ്രൊഡക്റ്റ് ആയതുകൊണ്ടാണ് ട്രാക്ക്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ സർവീസ് പ്രൊഡക്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഡെലിവറി ഒന്നും കാണിക്കില്ല, അത് നിങ്ങൾക്ക് അറിയുന്നതാണ്. പ്രൊഡക്റ്റ് ടൈപ്പിനനുസരിച്ചാണ് ഇവിടെ വരുന്നത്. ഞാൻ ഡെലിവറി ക്ലിക്ക് ചെയ്തു, എന്ത് ചെയ്യുന്നു, വാലിഡേറ്റ് ചെയ്യുന്നു, നോർമൽ സ്റ്റെപ്പ്. അതിനുശേഷം ഞാൻ എന്ത് ചെയ്യുന്നു, ഇൻവോയ്സ് ക്രിയേറ്റ് ചെയ്യുന്നു, നോർമൽ ഇൻവോയ്സ് ക്രിയേറ്റ് ചെയ്യുന്നു. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഞാനിവിടെ ഒരു സെറ്റ് കൊടുത്തിട്ടുണ്ട്, ഞാൻ ഡിസ്ട്രിബ്യൂഷൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഞാനതൊരു ഡെമോ അക്കൗണ്ട് ആയതുകൊണ്ടാണ്. ഓക്കെ, ഇത് വേണമെന്നില്ല, മീൻസ് ജസ്റ്റ് ഇത് എൻ്റെ പർപ്പസിന് വേണ്ടി കൊടുത്താണ്. കൺഫേം ചെയ്തു. അതിനുശേഷം എന്ത് ചെയ്യുന്നു, നിങ്ങൾക്ക് ഒന്നില്ലെങ്കിൽ ക്യാഷ് നിങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഇപ്പോൾ ഇൻവോയ്സ് ക്രിയേറ്റ് അതിൻ്റെ ക്യാഷ് വന്നിട്ടുണ്ടെങ്കിൽ ക്രിയേറ്റ് ചെയ്യുന്നു, പേയ്മെൻറ്റ് കൊടുത്തു, പെയ്ഡിലോട്ട് പോയി. ഓക്കെ, പിന്നെയാണ് കസ്റ്റമർ പറയുന്നത്, അയ്യോ ഞങ്ങൾക്ക് ആ പ്രൊഡക്റ്റ് റിട്ടേൺ ചെയ്യണമെന്ന്. ഇപ്പോൾ ഞാൻ ആ പ്രൊഡക്റ്റിൻ്റെ സ്റ്റോക്കിൽ നോക്കുന്നു. ആ പ്രൊഡക്റ്റിൻ്റെ സ്റ്റോക്കിൽ നോക്കി കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലാകും. ഓക്കെ, ഇപ്പോൾ നമ്മൾ 5 ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു, പിന്നെ ഇപ്പോൾ ഓൺ ഹാൻഡ് 2 ക്വാണ്ടിറ്റി ഉള്ളൂ. ഇപ്പോൾ എന്ത് ചെയ്യുന്നു, കസ്റ്റമർ പറയുന്നു, അയ്യോ ഞങ്ങൾക്ക് അതിൽ ഒരു പ്രൊഡക്റ്റ് റിട്ടേൺ വേണം, അത് ഡാമേജ് ആണെന്ന് പറയുന്നു. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ സെയിൽസ് ഓർഡർ ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ ഡെലിവറി എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, ഇവിടുന്ന് റിട്ടേൺ കൊടുക്കാം. അല്ലെങ്കിൽ എന്ത് ചെയ്യാം, ഇൻവെൻട്രി മോഡ്യൂൾ ഓപ്പൺ ചെയ്ത് ഓപ്പറേഷൻ്റെ അണ്ടറിൽ ഡെലിവറീസ് ഉണ്ട്, അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ കസ്റ്റമർ വൈസ് ഫിൽട്ടർ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ പ്രൊഡക്റ്റ് വൈസും എങ്ങനെ വേണമെങ്കിലും, അല്ലെങ്കിൽ ഡെലിവറി ഓർഡർ നമ്പർ വെച്ചിട്ടും ഫിൽട്ടർ ചെയ്യാൻ പറ്റും. ഞാൻ റീഫണ്ട് പറയുന്ന കസ്റ്റമറാണ്. എനിക്ക് ഓപ്പൺ ചെയ്തു, ഇതാണ് റീഫണ്ട് കസ്റ്റമർ. എന്ത് ചെയ്യുക, റിട്ടേൺ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. രണ്ടും ഒരേ ഫംഗ്ഷനാലിറ്റിയാണ് നടക്കുന്നത്. ഓക്കെ, ഞാൻ എന്ത് ചെയ്യുന്നു, കസ്റ്റമറിൽ ഓപ്പൺ ചെയ്യുന്നു, ഡെലിവറി ക്ലിക്ക് ചെയ്യുന്നു, റിട്ടേൺ കൊടുത്തു. അപ്പോൾ ചോദിക്കുന്നുണ്ട് എത്ര ക്വാണ്ടിറ്റി ആണെന്ന്. ഞാൻ ഒരു ക്വാണ്ടിറ്റി മാത്രം റിട്ടേൺ ചെയ്യുന്നു, ഞാൻ വാലിഡേറ്റ് ചെയ്തു. ഇപ്പം ഞാൻ പ്രൊഡക്റ്റിൽ നോക്കുമ്പോൾ നേരത്തെ 2 ക്വാണ്ടിറ്റി ആയിരുന്നു, ഇപ്പോൾ എന്ത് ചെയ്തു, ഓട്ടോമാറ്റിക്കായി സ്റ്റോക്കിലോട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, ഞാൻ എന്ത് ചെയ്യുന്നു, ഇപ്പോൾ ഡെലിവറി റിട്ടേൺ ആയി, അതുകൊണ്ട് ഇപ്പോൾ ഡെലിവറി ഇവിടെ 2 ഡെലിവറി കാണിക്കും, ഒന്ന് ഇന്നും ഒന്ന് ഔട്ടും. ഓക്കെ, റിട്ടേൺ വന്നതും ഫസ്റ്റ് ഡെലിവറി പോയതും ഇതിൻ്റെ ഇന്ന് വന്നതും റിട്ടേൺ ആയതും. ഓക്കെ, ഞാൻ എന്ത് ചെയ്യുന്നു, നേരത്തെ ക്രിയേറ്റ് ചെയ്ത ഇൻവോയ്സ് ഓപ്പൺ ചെയ്യുന്നു. ഇതിൽ ഓപ്ഷൻ ഉണ്ട് ക്രെഡിറ്റ് നോട്ട് എന്നുള്ള. ക്രെഡിറ്റ് നോട്ട് ക്ലിക്ക് ചെയ്യുന്നു. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടുന്ന് ക്രെഡിറ്റ് നോട്ട് ക്ലിക്ക് ചെയ്യാം, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ അക്കൗണ്ട്സ് മോഡ്യൂൾ ഓപ്പൺ ചെയ്ത് കസ്റ്റമറിൽ ഇൻവോയ്സ് ഓപ്പൺ ചെയ്യാം. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ ഇൻവോയ്സ് നമ്പർ സെർച്ച് ചെയ്യാം, അല്ലെങ്കിൽ കസ്റ്റമർ സെർച്ച് ചെയ്യാം. ഓക്കെ, എങ്ങനെ വേണമെങ്കിലും ഫിൽട്ടർ ചെയ്യാം. ഇതാണ് എൻ്റെ റീഫണ്ട് എന്നുള്ളത്. ഞാൻ എന്ത് ചെയ്യുന്നു, സെയിൽസ് മോഡ്യൂളിൽ തന്നെ പോകുന്നു, റീഫണ്ട് ക്ലിക്ക് ചെയ്യുന്നു, ഇൻവോയ്സ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ഞാൻ മനസ്സിലാവും ഒരു ഇൻവോയ്സ് ആയിട്ടുള്ളൂ. ക്രെഡിറ്റ് നോട്ട് ക്ലിക്ക് ചെയ്യുന്നു, റീസൺ കൊടുക്കുന്നു, ഡാമേജ് പ്രൊഡക്റ്റ് കൊടുത്തു. ഇപ്പോൾ ജേണൽ സെയിൽസ് ആണ്, റിവേഴ്സ് ഡേറ്റ് കൊടുത്തു. ഓക്കെ, റിവേഴ്സ് കൊടുത്തു. ഇവിടെ ഓപ്ഷൻ റിവേഴ്സ് ആൻഡ് ക്രെഡിറ്റ് നോട്ട് എന്നുണ്ട്, ഏത് വേണമെങ്കിലും കൊടുക്കാം. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടെ എത്ര ക്വാണ്ടിറ്റിയാണ്, ഒരു ക്വാണ്ടിറ്റിയാണ് റിട്ടേൺ ചെയ്യുന്നത്. അപ്പോൾ എന്ത് ചെയ്യാം, കൺഫേം ചെയ്യുന്നു. ഓക്കെ, ഇതാണ് സ്റ്റെപ്പ്. ഇതിന് അഗേൻസ്റ്റ് നിങ്ങൾ ഇവർക്ക് ക്യാഷ്, നിങ്ങൾ ആദ്യം ഇൻവോയ്സ് വന്നിട്ട് ക്യാഷ് വാങ്ങിച്ചിട്ടുണ്ട്, ഇല്ല നിങ്ങൾ വാങ്ങിച്ചിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യാം, ആ സമയത്ത് തന്നെ ഇത് ഓട്ടോമാറ്റിക്കാണ് ഇത് പെയ്ഡിലോട്ട് പോകുന്നതാണ്. ഓക്കെ, വീഡിയോ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു. ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഇൻവോയ്സിൽ നോക്കി കഴിഞ്ഞാൽ ഇവിടെ 2 ഇൻവോയ്സ് ആയിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു.